പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്ന് കോട്ടയത്തിൽ ഒരു പ്രതിഷേധം നടന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേദിയാകുന്നു കോട്ടയത്തെ ആകാശപാത. തുരുമ്പെടുത്ത് തുടങ്ങിയ ആകാശപാതയ്ക്ക് കീഴെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് UDFും LDFും. പദ്ധതി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉപവാസ സമരവും പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് CPIM ജില്ലാ കമ്മിറ്റിയും പ്രതിഷേധ പ്രകടനവുമായി ഇന്ന് കോട്ടയത്ത് അണിനിരന്നു. ആകാശപാത പൊളിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞതോടെയാണ് രാഷ്ട്രീയ പോര രൂക്ഷമായത്. എതിർപ്പു നയിച്ച UDF ആദ്യഘട്ട സമരം എന്ന നിലയിലാണ് ഏകദിന ഉപവാസം നടത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സമരം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. CPM എന്നാണ് ഈ സമരത്തോട് ഇത്ര വലിയ അലർജി? സമരത്തിലൂടെ വളർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ലേ? അപ്പൊ ആളുകൾ സമരം ചെയ്യുന്നതിന് വരെ എതിരായി. അതാണ് CPMന്റെ ജീർണത. അതാണ് ഈ വലിയ തിരിച്ചടി കിട്ടുന്നത്. സമരം പോലും ശരിയല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. ആകാശപാത പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട CPM വൈകിട്ട് പ്രതിഷേധ മാർച്ചും നടത്തി. UDF സമരം നടക്കുന്നതിനാൽ ആകാശപാതയ്ക്ക് സമീപത്തേക്ക് മാർച്ച് കടത്തിവിട്ടില്ല. UDF സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് CPIM ആരോപിച്ചു. അവിടെ നടക്കുന്ന സമരാഭാസവും പൊറോട്ടു നാടകവുമെല്ലാം നിയമസഭയിൽ കിട്ടിയ നല്ല പ്രഹരത്തിന് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കേരളത്തിലെ പ്രതിപക്ഷ MLAമാരുടെ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതിപക്ഷ MLAക്ക് ഈ സർക്കാർ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന അഭിപ്രായമുണ്ടോ? ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്കുണ്ടോ? UDFനും LDFനും പണം തട്ടാനുള്ള പദ്ധതിയാണ് ആകാശപാതയെന്ന് BJP. കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും CPMും തമ്മിൽ ഒരു ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്ക് എന്നുള്ളതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും വാസവനായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും, പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുകയാണ്. ആകാശപാത വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട കേരള കോൺഗ്രസും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കോട്ടയം നഗരസഭാ സെക്രട്ടറിയെയും എതിർകക്ഷിയാക്കിയാണ് പരാതി. സമരങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുമ്പോൾ ആകാശപാത പൊളിക്കുമോ പണിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കോട്ടയത്തുള്ളവർ. ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും കോട്ടയത്തെ ആകാശപാത പൊളിക്കണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ആകാശപാതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന അധികാരികൾ പൊതുജനങ്ങളോട് തുറന്നു പറയണം. ഇതിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഈ ആകാശപാത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആകാശപാത പാതി വഴിയിൽ പൊളിച്ചു നീക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട്, പിഴവുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പിഴവ് എന്താണ് എന്നാണ് ഇത് നിർമ്മിച്ച ആളുകൾ ജനങ്ങളോട് തുറന്നു